IPL കന്നി കിരീട നേട്ടം ആഘോഷിക്കാൻ എത്തിയതിനിടെ ഉണ്ടായ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കുന്നുവെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. മജിസ്ട്രേറ്റ് അന്വേഷണം പ്രഖ്യാപിച്ചു. മജിസ്ട്രേറ്റ് തല അന്വേഷണം 15 ദിവസത്തിനകം പൂർത്തിയാക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എന്താണ് ഈ വിഷയത്തിൽ അന്വേഷണ തലത്തിൽ മുന്നോട്ട് പോകുന്നത്? ഒപ്പം എന്തൊക്കെ മറ്റ് വിവരങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കാനുണ്ട്? ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ്? IPL ഭരണസമിതിയോട് BCCI റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതടക്കം വിവരങ്ങൾ. വീണ, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മജിസ്ട്രേറ്റ് തല അന്വേഷണം ആണ് ഈ നിലവിൽ കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഇന്നലെ ഈ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ഈ ട്രോഫിയുമായുള്ള IPL കിരീടവുമായുള്ള ആഘോഷത്തിനിടയിൽ തിക്കും തിരക്കും ഉണ്ടാവുകയും 11 പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ സമ്മതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകം തന്നെ സർക്കാരിനെതിരെ വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. കാരണം ഇത്രയുമധികം ആളുകൾ കൂടുന്ന ഒരു പരിപാടിയായിട്ടും അതിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ നഗരത്തിൽ ഒരുക്കിയിരുന്നില്ല. പ്രത്യേകിച്ച് കർണാടകയുടെ തലസ്ഥാന നഗരിയിൽ തന്നെയാണ് ഇത്തരം ഒരു പരിപാടി നടക്കുകയും അതിൽ വലിയ ദുരന്തമായി മാറി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അതിനാൽ നിലവിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാർ പിന്മാറുന്നില്ല. അതായത് സർക്കാരിന്റെ തന്നെ ഉത്തരവാദിത്തമാണ് എന്ന് ഒടുവിൽ മുഖ്യമന്ത്രി തുറന്ന് സമ്മതിക്കുകയാണ്. ഇന്നലെയൊക്കെ വലിയ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നിരുന്നു. വളരെ കുറച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഇത്രയും അധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നത്. ഇത്തരത്തിൽ വിമർശനം ശക്തമായ പശ്ചാത്തലത്തിലാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരു ഉന്നതതല അന്വേഷണം ഇപ്പോൾ കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം BCCI നിലവിൽ IPL ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം തേടിയിട്ടുണ്ട്. കാരണം പരിപാടിക്ക് അനുമതിയും മറ്റും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പരിപാടി നടന്നത് എന്ന വിമർശനം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് BCCI റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. വീണ്ടും ശരി ഗൗതം.